ഡോക്ടർ, എല്ലാവർക്കും ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നമ്മളൊക്കെ വിചാരിക്കുന്നത്, അതായത് സാധാരണ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് പിന്നീട് സർജറി ചെയ്ത് അത് അവരുടെ സെക്സ് ഓർഗൻ മാറുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സും ട്രാൻസ്സെക്ഷുവൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ബ്രീഫ് ചെയ്യുമോ? ഇപ്പം നമുക്ക് അമ്മയോട് പറയാം, അല്ലെങ്കിൽ അപ്പനോട് പറയാം, മാതാപിതാക്കളോട് പറയാം, കുട്ടിയുടെ ക്രോമസോം ഇതാണ്, അവന് ലിംഗമുണ്ട്, പക്ഷെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരായിട്ട് വളർത്തണമെന്നുള്ളത് അവരോട്, പണ്ട് അങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കുന്ന പാരൻസ് ഡിസൈഡ് ചെയ്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഈ കുട്ടി വളരട്ടെ, വളർന്ന് കഴിയുമ്പോഴത്തേക്ക് ഹീ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. അവൻ്റെ മനസ്സിൽ, ബ്രെയിനിൽ എന്താണ് അവൻ്റെ സോഷ്യൽ ഇത്, ഹൗ ഹീ ഈസ് ഡെവലപ്പിംഗ് എന്നുള്ളത് പുള്ളിക്കല്ലേ അറിയാവും. അപ്പോൾ ആ ഏജിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്കാ മെയിലായിട്ടിരിക്കുന്ന ഒരാൾക്കും തോന്നുന്നത് ഐ എം എ ഫീമെയിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് റോങ്? ഇറ്റ് ഈസ് ഹിസ് ഫീലിംഗ്. അയാളുടെ ലോകമാണ്, അയാളുടെ ഡിസിഷനാണ്, അയാളുടെ ബയോളജിക്കൽ സെക്സ് എന്തോ ആയിക്കോട്ടെ, മനസ്സിലായി. പക്ഷേ ഇതിലൊരു ചെറിയൊരു ഫാക്ടർ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കണം, അതായത് പല ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്സെക്ഷൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ ലൈഫ് ഭയങ്കര മിസറബിളാണ്, ഇങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അങ്ങനെ ഒരു ജെൻഡർ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന, പാരൻസിന് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഡോക്ടർ, എല്ലാവർക്കും ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നമ്മളൊക്കെ വിചാരിക്കുന്നത്, അതായത് സാധാരണ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് പിന്നീട് സർജറി ചെയ്ത് അത് അവരുടെ സെക്സ് ഓർഗൻ മാറുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സും ട്രാൻസ്സെക്ഷുവൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ബ്രീഫ് ചെയ്യുമോ? അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ അവർക്ക് ഒരു ക്രോമസോമൽ പ്രോബ്ലം ഉണ്ട്. സംബഡി ഹു ഹാസ് ദ പ്രോബ്ലം, പറഞ്ഞില്ലേ, നമ്മുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ക്രോമസോമ്, ഗൊണാഡ്, ഔട്ട്സൈഡ് അപ്പിയറൻസ്, വിരുദ്ധമായിട്ട് വരുന്ന അവസ്ഥകൾ, അതാണ് ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സ്. അവിടെ ക്രോമസോം ഒന്നും പുറമേ കാണുന്ന വേറൊന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിരുദ്ധത വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഗൊണാഡും ടെസ്റ്റിസിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വിരുദ്ധത വരുമ്പോഴാണ് ശരിക്കും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്സെക്ഷൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു മിസ്നോമറാണ്. ആക്ച്വലി ട്രാൻസ്ജെൻഡറേ ഉള്ളൂ. ട്രാൻസ്സെക്ഷൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ എന്താ പറയുക, സംബഡി ഹു വാണ്ട്സ് ടു ബി ദാറ്റ് ഇൻസ്പൈറ്റ് ഓഫ് നോട്ട് ബീയിങ് ദാറ്റ് എന്നുള്ളതായിരിക്കണം. അതായിരിക്കണം. സ്ത്രൈണതയുള്ള ആണുങ്ങളുണ്ട്, നോർമൽ മെയിൽസ് ആയിരിക്കും അല്ലേ, അവർ ഒരു പക്ഷേ ദേ ഹാവ് അഫിനിറ്റി ഫോർ അനദർ മെയിൽ. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്സെക്ഷൽ എന്ന് പറയാം. പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഈ പ്യൂർലി സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ടേമിനൽ, ഇത് DSD-യിൽ വരുന്നവരാണ്. ഇപ്പോൾ അതിന് ട്രാൻസ്ജെൻഡർ എന്ന് പറയാറില്ല, DSD, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡിഫറൻസസ് ഓഫ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നേ പറയാറില്ല. അത് ഡിഫറൻ്റ് ആണ്. ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ യു ഹാവ് ടു അക്സെപ്റ്റ് ദം ആസ് നോർമൽ. ഓൺലി തിങ്സ് ദേ ആർ ഡിഫറൻറ്റ്. ദേ ഡോണ്ട് ബിലോങ് ടു ദാറ്റ് നോർമൽ ഒരു ക്ലാസിക്കൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിസ്ക്രിപ്ഷനിൽ വരുന്നില്ല, ബട്ട് അനദർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, ഇങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 2 ഓർഗനും ഉണ്ട്, അതായത് മെയിൽ ഓർഗനും ഉണ്ട്, ഫീമെയിൽ ഓർഗനും ഉണ്ട്. അപ്പോൾ അവരുടെ ജെൻഡർ നമ്മൾ എങ്ങനെയാണ് പിന്നെ അതേപോലെ ജെൻഡർ അസൈൻമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് വെച്ച് തന്നെയാണ്. ഇപ്പം നമുക്ക് അമ്മയോട് പറയാം, അല്ലെങ്കിൽ അപ്പനോട് പറയാം, മാതാപിതാക്കളോട് പറയാം, കുട്ടിയുടെ ക്രോമസോം ഇതാണ്, അവന് ലിംഗമുണ്ട്, പക്ഷെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരായിട്ട് വളർത്തണമെന്നുള്ളത് അവരോട്, പണ്ട് അങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കുന്ന പാരൻസ് ഡിസൈഡ് ചെയ്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഈ കുട്ടി വളരട്ടെ, വളർന്ന് കഴിയുമ്പോഴത്തേക്ക് ഹീ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. അവൻ്റെ മനസ്സിൽ, ബ്രെയിനിൽ എന്താണ് അവൻ്റെ സോഷ്യൽ ഇത്, ഹൗ ഹീ ഈസ് ഡെവലപ്പിംഗ് എന്നുള്ളത് പുള്ളിക്കല്ലേ അറിയാവും. അപ്പോൾ ആ ഏജിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ ഹീ ഹാസ് ടു ഡിസൈഡ്. പക്ഷേ അങ്ങനെ ഒരാൾ ജനിക്കുന്ന സമയത്ത് എന്തൊരു മിസറബിൾ ആയിരിക്കും അയാളുടെ ഒരു ഏജ് എത്തുന്നത് വരെ. ആൾക്ക് അപ്പോൾ എന്തൊക്കെ സപ്പോർട്ടും കൗൺസിലിംഗ് ആണ് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനത്തെ എന്തെങ്കിലും കുട്ടികളുടെ? അതുണ്ട്, അതിന് നമുക്ക് ഗവൺമെൻറ് പ്രോഗ്രാംസ് തന്നെ ഉണ്ടല്ലോ ഒരുപാട്, നമുക്ക് അത് ഉണ്ട് എല്ലായിടത്തും. പിന്നെ സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ ഒരു ചങ്ക് ഓഫ് ദ പേഷ്യൻ്റ് പോപ്പുലേഷൻ ഇസ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്. അവർ ഇങ്ങനെയുള്ളവർ എപ്പോഴും പണ്ടത്തെ പോലെയല്ല, ദേ ഓൾ ഗോ ഫോർ കൗൺസിലിംഗ്. അവർക്ക് നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഇപ്പം. അങ്ങനെ അവരെ നെഗ്ലക്റ്റഡ് അല്ല. പിന്നെ കുറേയൊക്കെ സൊസൈറ്റിയും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ അവയർനെസ്സും കൊണ്ടായിരിക്കാം കുറേ ഇവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും തെറിവിളിയും ഇതൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും പണ്ടത്തെ പോലെയല്ല, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഈ ഓരോ ഈവൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നിരിക്കും. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിനൊരു നെഗറ്റീവ് ഷെയ്ഡിങ് കൊടുക്കുക. വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അതൊക്കെ ഇത് ഓൾ വിൽ ടേക്ക് ടൈം. ഇതെങ്ങനെ ഇത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ഇറ്റ് വിൽ ഇമ്പ്രൂവ് ഓവർ ടൈം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ടേം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്, അതായത് ബയോളജിക്കൽ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്, സൈക്കോളജിക്കൽ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്.
എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ബ്രെയിൻ ഇംപ്രിന്റിങ് നടക്കുന്നത് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് ആ ഇൻഡിവിജ്വലിന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ റിയാലിറ്റീസ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് 3 റിയാലിറ്റിയേ ഉള്ളൂ അല്ലേ. വൺ ഈസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി, സെക്കൻഡ് വൺ ഈസ് സബ്ജക്റ്റീവ് റിയാലിറ്റി, തേർഡ് ഈസ് ഇന്റർസബ്ജക്റ്റീവ് റിയാലിറ്റി. ഒബ്ജക്റ്റീവ് റിയാലിറ്റി എനിക്ക് പറയാം ദിസ് ഇസ് എൻ ഓബ്ജക്റ്റ്, അത് അവിടെ ഉണ്ട്, ഇറ്റ് ഇസ് ദെയർ. ഞാൻ ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദെയർ. സബ്ജക്റ്റീവ് റിയാലിറ്റി ഈസ് വെരി പേഴ്സണൽ ഡിപ്പെൻഡൻറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദാറ്റ് പേഴ്സൺ ഫീൽസ്. അയാൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും കേട്ടോ. യു കാൻ ഡിസൈഡ് ഫോർ ഹിം. ഇറ്റ് ഈസ് ഹിസ് സബ്ജക്റ്റീവ് ഇമോഷൻസ്. അപ്പോൾ ഇതെല്ലാം ഒരു സബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ റെൽമിൽ വരുന്നതാണ്. ഹൗ എ പേഴ്സൺ ഫീൽസ്. അതുകൊണ്ടാണല്ലോ പക്കാ മെയിലായിട്ടിരിക്കുന്ന ഒരാൾക്കും തോന്നുന്നത് ഐ എം എ ഫീമെയിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് റോങ്? ഇറ്റ് ഈസ് ഹിസ് ഫീലിംഗ്. അയാളുടെ ലോകമാണ്, അയാളുടെ ഡിസിഷനാണ്. അയാളുടെ ബയോളജിക്കൽ സെക്സ് എന്തോ ആയിക്കോട്ടെ, മനസ്സിലായി. പക്ഷേ ഇതിലൊരു ചെറിയൊരു ഫാക്ടർ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്നല്ല, സെക്സ് വർക്കറായിട്ട് പോകാൻ അങ്ങനെയൊക്കെ അത് തിരിച്ചുകൊണ്ട് കേട്ടോ. ഇപ്പോൾ നോർമലായിട്ടൊരു മെയിൽ വെൻ ഹി അബ്യൂസസ് എ ഗേ ബോയ് or something, or a normal boy, he is not gay. That the person who abuses another boy is not a gay, he is a criminal. അപ്പോൾ ഉടനെ അത് ഗേ ആക്ടിവിറ്റിയായിട്ട് ലിങ്ക് ചെയ്യരുത്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. അത് എൻ്റയർലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ജനിക്കുമ്പം ഈ പറഞ്ഞ കണക്ക് മെയിൽ ലുക്കും എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സിൽ ഫീമെയിൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് ചോയ്സ് ടു ലിവ് ലൈക്ക് ദാറ്റ്. പക്ഷേ റീഅസൈൻമെൻറ്റ് സർജറീസ് ചെയ്യുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ അവസ്ഥകൾ. ഈ പറഞ്ഞ കണക്ക് ക്രോമോസോമിൽ അനാറ്റമി എല്ലാം സ്റ്റഡി ചെയ്തിട്ട് ദെൻ യു ഗിവ് ദം ദ ഓപ്ഷൻ. നിനക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മെയിൽ സ്യൂഡോഹെർമാഫ്രോഡിറ്റിസം. അവർക്ക് ഈ പറഞ്ഞ കണക്ക് ടെസ്റ്റിസ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ ടെസ്റ്റിസ് ഹോർമോൺ ടാർഗറ്റ് ടിഷ്യൂവിൽ ആക്ട് ചെയ്യണം ഹോർമോൺ. അപ്പോൾ ആ ടാർഗറ്റ് റിസപ്റ്റർ ഇൻസെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഒരു കംപ്ലീറ്റ് ഇൻസെൻസിറ്റീവ്, അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർ ഫീമെയിലായി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും നമുക്ക് ഹോർമോൺ കൊടുത്ത് മെയിലാക്കാൻ പറ്റൂല. അപ്പോൾ അവരോട് പറയുക നിനക്ക് പക്ഷേ യു ക്യാൻ ലീവ് ആസ് എ ഫീമെയിൽ ബട്ട് നോൺ പ്രൊഡക്റ്റീവ്. ഗർഭപാത്രം ഉണ്ടാവില്ല, യോനി നാളെ ഉണ്ടാക്കിത്തരാം. ലീവ് ആസ് എ ഫീമെയിൽ ഹൂസ് നോൺ പ്രൊഡക്റ്റീവ് ആൻഡ് ദേ വിൽ ബി മോർ ദാൻ വില്ലിങ്. അവർ അത് വളരെ സമ്മതത്തോടെ അവർ സമ്മതിക്കും. അതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ജെൻഡർ സെക്സ് അസൈൻമെൻറ്റ് സർജറികൾ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മിക്സഡ് ഗൊണാഡൽ ഡിസൈനസിസും ട്രൂ ഹെർമഫ്രോഡിറ്റിസത്തിലും ലിംഗത്തിൻ്റെ സൈസ് നല്ലോണം ഉണ്ട്, അവരുടെ ബയോളജിക്കൽ ഇംപ്രിൻ്റ് ഒരു മെയിലാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി സേ എനിക്ക് അകത്തുള്ള ഗർഭപാത്രം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയുക, അല്ലെങ്കിൽ യോനിനാളം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയാൻ തന്നെ പറയും. ആൻഡ് ദേ വിൽ ലീവ് ആസ് എ മെയിൽ ഹു ഈസ് നോൺ പ്രൊഡക്റ്റീവ്. കുട്ടികളുണ്ടാകുന്നു എന്നൊക്കെ വേറെ ഇഷ്യൂ, പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ദേ ഹാവ് ടു ബി ഹാപ്പി. അപ്പോൾ അവിടെയാണ് സെക്സ് അസൈൻമെൻറ്റ് സർജറിക്ക് റെലവൻസ് വരുന്നത്. മറ്റേത് സൈക്കോസോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. യു കാണ്ട് ആൻസർ ദാറ്റ് വിത്ത് സിംഗിൾ ആൻസർ. ഒരു സിമ്പിൾ അല്ലത്, അത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള. അവർക്ക് ഇപ്പോൾ ചിലർ പറയും കൗൺസിലിംഗ് ചെയ്ത് മാറ്റാം, ഇമ്പോസിബിൾ. അതൊക്കെ എങ്ങനെയാണ്? ദാറ്റ് ഇസ് ഡിസൈഡഡ് ഓൾറെഡി. പിന്നെ ഹോബിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ആരും പറയത്തില്ല ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന്, അല്ലേ? നോബഡി ഈസ് ഗോയിങ് ടു, കാരണം ഇറ്റ്സ് എ മിസറബിൾ സിറ്റുവേഷൻ. യു ഡോണ്ട് ബിലോങ് എനിവെയർ. ഹൗ മിസറബിൾ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം എല്ലാവരും. അത് എന്നിട്ട് ലീവ് ദം എലോൺ, ലെറ്റ് ദം ഡിസൈഡ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ, അപ്പോൾ ഇത്തരം ഇൻ്റർസെക്സ് ബർത്തുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ട്രിഗർ ചെയ്യുന്നുണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഓർഗാനിക്കലി സംഭവിക്കുന്നതാണോ? അതാണ്, അത് ജനറ്റിക്സ് ആണ്, പ്യുവർ ജനറ്റിക്സ് ആണ്. അതായത് ജീൻ, ഈ പറയുന്ന ഈ ജീൻ മ്യൂട്ടേഷൻസ്, ഇപ്പോൾ 46XY എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ XY ജീൻ ഉള്ളവർക്ക് തന്നെ ഇത് അടുത്ത ലെവൽ ഓഫ് സെറ്റ് ഓഫ് ജീൻസിനെ ആംപ്ലിഫൈ ചെയ്യണം. മനസ്സിലായില്ല? ഇത് ഒരു കാസ്കേഡ് പോലെയാണ്. അപ്പോൾ SRY ജീനുള്ള വൈ ക്രോമസോം ഉള്ളതുകൊണ്ട് മാത്രം അത് ഫുള്ളി ഒരു മെയിലിലോട്ട് പോകണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ട്രൂ ഹെർമഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞില്ലേ, XX എന്ന് പറഞ്ഞില്ലേ, XX ഉള്ളവർ മെയിൽ ആയിട്ട് ജീവിക്കുന്ന ട്രൂ ഹെർമഫ്രോഡൈറ്റ്. അവർക്ക് എന്തുകൊണ്ട് XX ആയിട്ട് അവർ മെയിലാകുന്നു? അവർക്ക് എവിടെ നിന്ന്? അവർക്ക് വൈ ഇല്ലല്ലോ. അപ്പോൾ അവിടെ പ്രകൃതിയിൽ ഒരുപാട് കള്ളന്മാരുണ്ട് ഈ ജീൻസിൽ. അപ്പോൾ അതിൽ ഈ കോപ്പി ജീൻസ് ഉണ്ട്, കോപ്പി എലൈക്ക്, അതുപോലെ ഫങ്ഷൻ ചെയ്യുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്. അവന്മാരിരുന്നിട്ട് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കും, ആൻഡ്രോജൻ ഹോർമോൺ, ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ ഹോർമോൺസ് ഉണ്ടാക്കിയിട്ടാണ് ഈ ക്ലൈറ്റോറോമെഗാലി വരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ജനറ്റിക് ആണ്, മ്യൂട്ടേഷൻസ് ഉണ്ട്. പിന്നെ ഈ മൊസൈക്കിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ നേരത്തെ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു പോയി. അതായത് 45XXY എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സൈഗോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു മെയിലും ഒരു ഓവവും ഒരു സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി. ഈ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വരുന്ന മ്യൂട്ടേഷൻസാണ് ഈ മൊസൈക്കിസം ഉണ്ടാക്കുന്നത്. മറ്റേ കൈമറിസം എന്ന് പറയുന്നത് ഫ്യൂഷൻ്റെ സമയത്ത് തന്നെ സംഭവിക്കുന്നതാണ്, 2 സെൽ ലൈനും കൂടെ വരുന്നത്. മറ്റേത് നോർമലായിട്ട് ചിലപ്പോൾ ഒരു XX ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസ് ആയിരിക്കാം, പക്ഷെ അതിൽ പിന്നീട് ജീൻ മ്യൂട്ടേഷൻ വന്നിട്ടാണ് ഇത് വരുന്നത്, ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അത്
അങ്ങനെ ജനറ്റിക് റീസൺസ് ആണ് പലപ്പോഴും പറയുന്നത്. അതിന് റീസൺ അത് തന്നെയാണ്. പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഹസ് ലെഡ് ടു എന്തെങ്കിലും സ്റ്റഡി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൂടുതലും ക്രോമസോമൽ ഇത് തന്നെയാണ്, ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബർത്ത് ഉണ്ടായി, അതായത് ഇൻ്റർസെക്സ് ബർത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ജെൻഡർ എന്തായിരിക്കും? ഇപ്പം ഓപ്ഷൻ ഉണ്ട്, ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്, വളരെ റീസെൻ്റ്ലി അല്ലേ? പക്ഷെ അതും എനിക്ക് തോന്നുന്നില്ല അതാരെങ്കിലും ചെയ്യുമെന്ന്. കാരണം ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ബോർഡാണ് ഡിസൈഡ് ചെയ്യുന്നത് ദ സെക്സ് ഓഫ് ഇപ്പം പണ്ടത്തെ പോലെ ഡോക്ടറിന് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഇതിനൊരു മെഡിക്കൽ ബോർഡൊക്കെ കൂടി തീരുമാനിക്കണം. സെക്സ് അസൈൻമെൻറ്റ് പാരൻസും മെഡിക്കൽ ബോർഡ് എല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടാണ് കൊച്ചിൻ്റെ സെക്സ് അസൈൻമെൻറ്റ് ചെയ്യുന്നത്. യു കനോട്ട് ജസ്റ്റ് പ്ലെയിൻലി റൈറ്റ് ഡൗൺ ദിസ് ഇസ് എൻ ഇൻ്റർസെക്സ്. അങ്ങനെയാണെങ്കിൽ കോടതി പോകേണ്ടി വരും. അതൊരു ബോർഡ് ഡിസൈഡ് ചെയ്യും. അതും അതിന് സമയം കൊടുത്തിട്ട് അതിന് ഒരു പ്രോസസ്സുണ്ട്. പണ്ട് നമുക്ക് എഴുതാമായിരുന്നു ഇൻ്റർസെക്സ് ആണെന്നൊക്കെ. ഒരു ക്രോമസോം സ്റ്റഡി ചെയ്ത് വളരെ സിമ്പിളായിരുന്നു. 30 വർഷം മുമ്പ് ഇങ്ങനെ സംശയം തോന്നി ഉടനെ ഒരു ക്രോമസോം സ്റ്റഡി ചെയ്യുന്നു. അപ്പം XX ആണ്, പക്ഷേ ഫാലസ് ഉണ്ട്, താഴെ ടെസ്റ്റിസും ഇല്ല. അപ്പോൾ ഉടനെ നമ്മൾ എഴുതും ഇൻ്റർസെക്സ്. അല്ല, അറ്റ്ലീസ്റ്റ് പോസിബിലിറ്റി ഓഫ് ഇൻ്റർസെക്സ് എന്നെങ്കിലും എഴുതാമായിരുന്നു. ഇപ്പോൾ അതുപോലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. കാരണം ഈ പലപ്പോഴും പാരൻസും ഈവൻ ദ പേഷ്യൻ്റ് പോലും നേരത്തെ ഒരു സെക്സ് അസൈൻമെൻറ്റ് ചോദിച്ചാൽ പോലും ഏജ് ഓഫ് മെച്യൂരിറ്റി എത്താതെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ വളരെ സീനിയറായിട്ടുള്ള ഡോക്ടർമാരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം അവർ പറയുന്നത് ഇതൊരു വലിയൊരു തലവേദനയാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും 4-5 പേഷ്യൻ്റ് ഉണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങിൽ, ഒന്നും ചെയ്യാതെ ഒരു ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ ദേ ഹാവ് ടു ലീവ്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അവിടെ വരുന്നത് നീ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഡിപ്പെൻസ് അപ്പോൺ ഹൗ ദേ റെയർ ഇറ്റ് ആൻഡ് ഹൗ ദ എക്സ്റ്റേണൽ അപ്പിയറൻസ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കേസില്ലേ, അതായത് പെൺകുട്ടി പാവാടായിട്ട് വളരുന്നു, പക്ഷേ 14-15 വയസ്സാകുമ്പോൾ പൊടിമീശ വരുന്നു, സൗണ്ട് മാറുന്നു, അപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങും. പക്ഷേ 18 വയസ്സാകാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊരു ഡിലേമയാണ്, ഇപ്പോഴും കണ്ടിന്യൂയിങ് ഒരു എക്സിസ്റ്റിംഗ് ഡിലേമയാണ്. അപ്പം അത്തരം കേസുകൾക്ക് ഈ പറഞ്ഞ പോലെ അതിനുശേഷം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളോ ഒക്കെ കൊടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ കണക്ക് അഡ്രിനൽ ഹൈപ്പർപ്ലേസിയൊക്കെ ആണെങ്കിൽ മെഡിക്കൽ എൻഡോക്രൈൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, സർജറി അസൈൻമെൻറ്റ് സർജറി ചെയ്യണം. അത് ട്രീറ്റ്മെൻറ്റ് ഉള്ള കേസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതിന് നമ്മൾ കൊടുത്തിരിക്കും. പക്ഷേ ഈ വെറും സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുന്നതിന് യു ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദ ഏജ് ഓഫ് മെച്യൂരിറ്റി. ഓക്കെ. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് ഡിസിഷൻ. അൾട്ടിമേറ്റ്ലി ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. പക്ഷേ അത് 18 വയസ്സ് കഴിയാതെ പറ്റത്തില്ലല്ലോ. 18 വയസ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണം. വെയിറ്റ് ചെയ്തേ പറ്റൂ. അതിന് മുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല. 18 വയസ്സ് വരെ ആ കുട്ടി അങ്ങനെ തന്നെ ജീവിക്കണം. അതാണ്, അത് കോടതി പറയേണ്ട ഉത്തരവാണത്. നിയമത്തിൻ്റെ ഒരു പ്രശ്നമാണത്. പണ്ട് ഇതൊക്കെ കൊച്ചിലെ തന്നെ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനും ഡ്രോബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അവനൊരു മെയിലാക്കി, പക്ഷെ മനസ്സിലാവും ഫീമെയിൽ ആണെങ്കിൽ. അപ്പോൾ അവനെ നമ്മളൊരു വലിയ തെറ്റല്ല ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡിൽ ചിന്തിക്കുമ്പോഴും അതിൻ്റെ കാരണങ്ങളുണ്ട്. ഇതിപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കണം. അതായത് പല ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ട്രാൻസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ലൈഫ് ഭയങ്കര മിസറബിളാണ്, ഇങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അങ്ങനെ ഒരു ജെൻഡർ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന, പാരൻസിന് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ട്രാൻസ്ജെൻഡർ ആണോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അല്ല, ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാവില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഒരു നോർമൽ ഫീറ്റസിനെ പോലെയല്ലേ ഇരിക്കുന്നത്. ഓർഗൻസ് എല്ലാം നോർമലായിരിക്കും. ഈ വരുന്നതെല്ലാം പിന്നീട് നമ്മൾ ക്രോമസോമൽ സ്റ്റഡി ചെയ്യുമ്പോഴൊക്കെ അല്ലേ അത് അറിയുള്ളൂ, മനസ്സിലാക്കുന്നത് തന്നെ. അതൊരു അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല, അത് അറിയാൻ പറ്റത്തുമില്ല. പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ക്രോമസോമൽ സ്റ്റഡി ചെയ്യും ഫീറ്റസിൻ്റെ. അത് നമ്മൾ വേറെ ഡിസോർഡേഴ്സിന് വേണ്ടി നമ്മുടെ ഈ കോറിയോണിക് വില്ലസ് ബയോപ്സി എന്നൊക്കെ പറയും, അതൊക്കെ എടുത്തിട്ട് വേറെ ഡിസോർഡേഴ്സ് ഓഫ് മെറ്റബോളിസം അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് വരാവുന്നത്, അതൊക്കെ സ്റ്റഡി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ കുഞ്ഞിന് ഈ അസുഖം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്, അത് കോറിയോണിക് വില്ലസ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ചും ഒരു കുട്ടിക്ക് ഒരു ഫാമിലിയിൽ ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് ഓഫ് മെറ്റബോളിസം ഉള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത കുട്ടിക്ക് അതിന് എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അത് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ദേ വിൽ ഡു ദ സ്റ്റഡി ആൻഡ് ദേ വിൽ ടെൽ പ്രോപ്പർലി അടുത്ത കുട്ടിക്കും ഈ ചാൻസസ് അത് ആ ഗ്രൂപ്പിൽ പെടുന്നതൊക്കെ. അപ്പോൾ ഇൻ്റർസെക്സ് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു 70s 80s ഈ സെക്സ് അസൈൻമെൻറ്റ് സർജറിയുടെ ഡിസിഷൻസ് എടുത്തിരുന്നത് സർജന്മാരും മാതാപിതാക്കളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട്, മാതാപിതാക്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു ലിംഗം ഉണ്ടെങ്കിൽ അവർ പറയും ഇത് ലിംഗം ഉണ്ടല്ലോ ആൺകുട്ടിയായിട്ട് വളർത്തിയാൽ മതി, പക്ഷെ അവനുള്ളിൽ ഗർഭപാത്രവും ഇതുകൊണ്ട് അല്ലേ. അപ്പോൾ സർജന് സയൻറ്റിഫിക് നോളജ് ഉള്ള സർജൻ പറയും അല്ല ഇങ്ങനെയാണ് സംഭവം, ഇതിനെ പെൺകുട്ടി ആക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൺസെൻറ്റോടുകൂടി മാതാപിതാക്കളുടെ കൺസെൻറ്റോടുകൂടി സെക്സ് അസൈൻമെൻറ്റ് സർജറി ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ കൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസി എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ട്, അതിന് ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ മിക്ക സിറ്റുവേഷനിലും ഈ ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ ഡിഫറൻസിയേഷൻ്റെ കീഴിൽ വരുന്ന അസുഖങ്ങൾക്കെല്ലാം
ഡിസിഷൻ എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ലീഗൽ സിസ്റ്റം പറയുന്നത് കുട്ടി തന്നെ വലുതായി കഴിഞ്ഞ് തീരുമാനിക്കണം. ഹി ഓർ ഷീ ഹാസ് ടു ഡിസൈഡ് എനിക്ക് ആരാകണം. കാരണം ഇവരുടെ ഈ സൈക്കോളജിക്കൽ സെക്സ് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ സൈക്കോളജിക്കൽ സെക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഫീമെയിലിൻ്റെ ശരീരം ഉണ്ടാക്കി കൊടുത്തിട്ട് അകത്ത് പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ, അത് ലൈഫ് ലോങ് സ്ട്രഗിൾ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻസസ് ഉണ്ട്, അല്ലേ? ഒരു പെർഫെക്റ്റ്ലി മെയിൽ, ഒരു ഹു ഹാസ് എ ഫിനോടൈപ്പ് ഓഫ് എ മെയിൽ, ഫങ്ഷനിങ് testes, normal penis, marrying a female, marrying another female who thinks that she is a male. ആൻഡ് ഷീ ഗെറ്റ്സ് പ്രഗ്നൻ്റ്, അല്ലേ? ഇപ്പോൾ ഒരു കപ്പിളില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഡിസൈഡ്സ് ഓൾ ദീസ് ഈ ബ്രെയിൻ ഇംപ്രിൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. നോബഡി ഈസ് ക്ലിയർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് ദ ഡിസിഷൻ ഇസ് ദാറ്റ് ഈ സർജനും അമ്മയും അല്ലെങ്കിൽ അപ്പനും കൂടെ ചേർന്ന് കൊച്ചിൻ്റെ സെക്സ് സർജറി ഒന്നും ചെയ്തേക്കരുത്. ഇറ്റ് ഹാസ് ടു ബി ഡൺ ഓൺലി ആഫ്റ്റർ ദ ചൈൽഡ് ഡെവലപ്സ് ഇൻ ടു ദൻ അഡൽട്ട് ആൻഡ് ഡിസൈഡ്സ് ഫോർ ഹിം ഓർ ഹെർ എനിക്ക് ഇതാവണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. ഓഫ് കോഴ്സ് ഈ മെഡിക്കൽ കണ്ടീഷൻ ഞാൻ പറഞ്ഞ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയയ്ക്ക് നമുക്ക് നേരത്തെ ഇൻ്റർവ്യൂൻ ചെയ്യാം. കാരണം അത് എൻഡോക്രൈൻ തെറാപ്പിയൊക്കെ ചെയ്ത് അത് സപ്രസ് ചെയ്യണം. ഈ അഡ്രീനൽ ഗ്രന്ഥിയുടെ ആ ഹോർമോണൽ ആക്ടിവിറ്റി സപ്രസ് ചെയ്ത് അത് ഫീമെയിൽ തന്നെ ആക്കണം. കാരണം അത് ഫീമെയിൽ ആണ്, അത് പ്രൊഡക്റ്റീവ് ആയിരിക്കും അവർ, കേട്ടോ. അവരുടെ അണ്ടാശയങ്ങളൊക്കെ വളരെ നോർമലാണ്. ഭാവിയിൽ ഒരു ഡെവലപ്പ് ചെയ്ത് പ്രസവിക്കുക വരെ ചെയ്യാം. നോർമൽ ഫീമെയിലാണ്. ഓൺലി തിങ് ഈസ് ഈ അഡ്രീനൽ ഗ്രന്ഥിക്ക് ഈ അസുഖം വന്നുകൊണ്ട്. അതുപോലെ തന്നെ മെയിൽ സ്യൂഡോഹെർമഫ്രോഡൈറ്റിസം ഉണ്ട്. അതായത് XY എന്ന് പറഞ്ഞാൽ മെയിൽ, അല്ലേ? പക്ഷേ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഫീമെയിലാണ്, പക്ക ഫീമെയിൽ. ഔട്ട്സൈഡ് ലുക്ക്, അതിന് ഫീനോടൈപ്പിക്കൽ സെക്സ് എന്നാണ് പറയുക. പക്ഷേ അകത്ത് ടെസ്റ്റിസ് ഉണ്ട്, പക്ഷേ ടെസ്റ്റിസ് അകത്തായിരിക്കുന്നത്, വയറിൻ്റെ അകത്ത്. ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഗൊണാഡ്സ് എന്ന് പറയുന്നത് വൃഷണമാണെങ്കിലും അണ്ടാശയമാണെങ്കിലും വയറിൻ്റെ ഉള്ളിലാണ്, കേട്ടോ. പിന്നീട് ടെസ്റ്റോസ്റ്റെറോണിൻ്റെയും വേറെ പല കാരണങ്ങളും കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ആൺകുട്ടികൾക്ക് ഈ വൃഷണം ഇറങ്ങി വന്ന് വൃഷ്ണസഞ്ചിയിൽ വീഴുക ചെയ്യുന്നത്. ജനിക്കുമ്പോൾ ഗർഭസമയത്ത് അത് അകത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി താഴെ വീഴുക ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിന് അവർക്ക് ടെസ്റ്റിസ് ഉണ്ടെങ്കിലും അത് ഹൈപ്പോപ്ലാസ്റ്റിക് ആണ്, അത് അത്ര ഫങ്ഷനിങ് അല്ല. അപ്പോൾ അത് നോട്ട് ഇനഫ് ഓഫ് ടെസ്റ്റോസ്റ്റെറോൺ ടു ബ്രിങ് ഇറ്റ് ഡൗൺ ടു ദ സ്ക്രോട്ടം. താഴോട്ട് ഇറങ്ങി വരാൻ സഹായിക്കത്തക്ക രീതിയിലുള്ള ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവുകളില്ല. അതുകൊണ്ട് അകത്തിരിക്കുന്ന ടെസ്റ്റിസ് തന്നെയാണ്. അവർക്ക് എന്താ XY ആയതുകൊണ്ട് എന്താ അവർക്ക് ഗർഭപാത്രം ഉണ്ടാവില്ല, യോനി നാളം ഉണ്ടാവില്ല. അപ്പോൾ XY ആണ്, പക്ഷെ ഫീമെയിലാണ്, ഗർഭപാത്രമില്ല, അണ്ടാശയമില്ല. അണ്ടാശയമല്ല, ടെസ്റ്റിസ് ഉണ്ട്, അതും ഹൈപ്പോപ്ലാസ്റ്റിക് ആണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഫീമെയിൽ ആക്കി കൊടുക്കും. കാരണം അവർക്ക് വേറെ ഒന്നും ആകാൻ ഓപ്ഷൻ ഇല്ല. അവർ മെയിലും ആയിരിക്കില്ല, കാരണം അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറവാണ്, അല്ലേ? അപ്പോൾ അവർ നമ്മൾ ഈ പറഞ്ഞ ഹൈപ്പോപ്ലാസ്റ്റിക് ടെസ്റ്റിസ് അങ്ങ് എടുത്ത് കളയും. എന്നിട്ട് കോളോപ്ലാസ്റ്റി എന്ന് പറയും, നമ്മുടെ വൻകുടലിൻ്റെ ഒരു ഭാഗം എടുത്ത് വെച്ച്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ സെക്സ് അസൈൻ സർജറി, ലോവർ സർജറി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ കോളോവജൈനോപ്ലാസ്റ്റിയാണ്. കോളോവജൈനോപ്ലാസ്റ്റി വൻകുടലിൻ്റെ ഒരു ഭാഗം എടുത്ത് നമ്മുടെ യോനി നാളം ഉണ്ടാക്കി, സോ ദാറ്റ് ദെയർ സെക്ഷൽ ലൈഫ് ഈസ് ഹാപ്പി. അവർ നോൺ പ്രൊഡക്റ്റീവ് ആയിരിക്കും, മാത്രമല്ല, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ലിവ് ആസ് എ ഫീമെയിൽ. അപ്പോൾ അതാണ് മെയിൽ സ്യൂഡോഹെർമാഫ്രോഡൈറ്റിസവും ഫീമെയിൽ സ്യൂഡോഹെർമാഫ്രോഡൈറ്റിസം. ട്രൂ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരാണ് ശരിക്കുമുള്ള ഇൻ്റർസെക്സ്. അതായത് ഈ അതിന് പറയുന്നത് നമ്മൾ ഈ ജനറ്റിക് പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, 3 ഫാക്ടേഴ്സ്: ജനറ്റിക് സെക്സ്, അതായത് ക്രോമസോമൽ സെക്സ്, ഗൊണാഡൽ സെക്സ് ആൻഡ് ഫിനോടൈപ്പ്, ഔട്ട്സൈഡ് അപ്പിയറൻസ്. അപ്പോൾ അതിൽ 3 ക്ലാസ്സസ് പീപ്പിൾ വരുന്നുണ്ട്. ഒന്ന് പ്യുവർ ഗൊണാഡൽ ഡിസ്ജനസിസ് എന്ന് പറയും, അതായത് അവർക്ക് ഈ ഗൊണാഡ്സ് പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യുന്നേ ഇല്ല, മനസ്സിലായോ? പക്ഷെ അവർ XY ആണ്. ക്രോമസോം നോക്കുമ്പോൾ XY. അപ്പം അവർ പ്രതീക്ഷിക്കുന്നത് മെയിലായിട്ടല്ലേ, പക്ഷെ അവർ ഫീമെയിൽ ലുക്കായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവരെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അവരുടെ ഡിസിഷൻ അനുസരിച്ചാണ്. അവർക്ക് ആണാകണോ പെണ്ണാകണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് പിന്നീടുള്ള മാനേജ്മെൻറ്റ്. അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ കണക്ക് ലിംഗം ഉണ്ടാവില്ല വളരെ. അതുപോലെ തന്നെയാണ് മിക്സഡ് ഗൊണാഡൽ ഡിസ്ജനസിസ്, പിന്നെ പറയുന്നത് ട്രൂ ഹെർമഫ്രോഡൈറ്റ്. ഈ മിക്സഡ് ഗൊണാഡൽ ഡിസ്ജനസിസിലും ട്രൂ ഹെർമഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും ഈ നേരത്തെ പറഞ്ഞ ക്ലൈറ്റോറൽ ഹൈപ്പർട്രോഫി ഉണ്ടാവും. കാരണം എന്താ, അവർക്ക് രണ്ടുപേർക്കും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലുകൾ കുറച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കാരണം ഈ ക്ലൈറ്റോറസ് കയറി വലുതായിട്ട് പുരുഷലിംഗം പോലെ തോന്നും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ
ട്രൂ ഹെർമഫ്രൈറ്റ് എന്ന് പറയുന്ന ബാൻഡു ട്രൈബ് ആഫ്രിക്ക അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ജനറലി സ്പീക്കിംഗ് ജനറൽ അവയർനെസ് ഇത്രയും ക്ലാസിഫിക്കേഷനേ ഉള്ളൂ ഈ ഹെർമഫ്രൈറ്റിസം എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ ഒരു സ്റ്റഡി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് സ്റ്റഡി നടക്കുന്നത് ഈ കൈമറിസം എന്നൊരു അവസ്ഥയുണ്ട്. കൈമറ എന്ന് പറയുന്നത് നമ്മൾ ഇലിയഡിൻ്റെ ഹോമറിൻ്റെ ഇലിയഡിൽ പറയുന്ന ഒരു ഗ്രീക്ക് മിത്തോളജി പറയുന്ന ഒരു ജീവിയാണ്. അതായത് അതിൻ്റെ ഫ്രണ്ട് സിംഹം, നടുക്ക് ആട്, പുറകുവശം ഒരു റെപ്റ്റൈൽ സ്നേക്ക്. അപ്പോൾ അതിൻ്റെ വാട്ട് ഇറ്റ് സിംബിളൈസസ് ഇസ് അതൊരു ഫ്യൂഷൻ, ഒരു ഗോഡ്ലി ആനിമലാണ്. അപ്പോൾ പല പല സാധനങ്ങളൂടെ ചേർന്ന്. അപ്പോൾ ഈ കൈമറിസം എന്ന് പറയുന്നത് ഈ ഇൻ റെലവൻസ് ടു DSD പറഞ്ഞു വരുന്നത് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്ന ഒരു മേജർ ഏരിയ അതാണ്. അതായത് നമ്മുടെ ഈ ഒരു ഓവം ഒരു സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു. അതിനാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് അത് സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്ത് എംബ്രിയായി ഫീറ്റസായി. ഓക്കെ. അപ്പോൾ ഈ ഒരു സെൽ ലൈൻ XY അമ്മയുടെ അപ്പനിൽ നിന്ന് കിട്ടുന്നു അല്ലേ, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് XX വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഓരോ സെൽ ലൈൻ രണ്ടുപേരിൽ നിന്ന് കിട്ടി ഒരു സെൽ ലൈനിലാണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൈഗോട്ട്. അപ്പം അപൂർവമായിട്ട് ഫ്യൂഷൻ കൈമറിസം എന്ന് പറയും. അതായത് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ഓവം രണ്ട് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ പ്രീ സൈഗോട്ടിക് സ്റ്റേജിൽ തന്നെ ഈ ഫ്യൂസ് ചെയ്തത് സൈഗോട്ടാവും. അപ്പോൾ അവർക്ക് രണ്ട് സെൽ ലൈൻസ് ഉണ്ട്. ചിലപ്പോൾ അത് XX-ഉം XY-യും ആയിരിക്കും. അപ്പോൾ അയാളുടെ ക്രോമസോം സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും XX XY രണ്ടും ഉണ്ടാകും. രണ്ട് സെൽ ലൈനിൽ ഉണ്ടാകുന്ന ഒരു ഇൻഡിവിജ്വല്. അപ്പോൾ അവർക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ കണക്ക് അവർ ഇതൊന്നും അറിയുന്നില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഈ DSD-യിലോട്ട് പിന്നീട് വളർച്ച അനുസരിച്ച് അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് സ്റ്റഡി ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ ഒരു 100 ഇൻഡിവിജ്വൽസിന് സ്റ്റഡി ചെയ്തിട്ട് ഇതിൽ തന്നെ പലരും നോർമൽ മെയിൽസ് ആയിരിക്കും. Y ക്രോമസോം ഉള്ളതുകൊണ്ടും ഹോർമോണിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ടും നോർമൽ മെയിലായിട്ടായിരിക്കും ജീവിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു ബ്രെയിൻ ഇംപ്രിൻറ്റിങ് അല്ല ഒരു തോട്ട് പ്രോസസ്സോ ഇല്ലെങ്കിൽ അവർ ലിവസ് പലപ്പോഴും പക്ഷേ ഇൻഫെർട്ടൈൽ ആയിരിക്കും. കാരണം ഇതിനൊക്കെ ഈ പറഞ്ഞ ഈ ഇൻറ്റർസെക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ട്രൂ ഹെർമഫ്രോഡൈറ്റ്, മൊസൈക്കിസം ഇതിലൊക്കെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കൈമറിസം ഇതിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഓവം ഈ ഗൊണാഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഓവറി ആയിരിക്കത്തില്ല, പ്യുവർ ടെസ്റ്റിസും ആയിരിക്കത്തില്ല. അതൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതിന് ഓവർ ടെസ്റ്റിസ് എന്നാണ് പറയുക. അതായത് അതിൻ്റെ ആ ഗൊണാഡിൻ്റെ ഒരു ഭാഗം ടെസ്റ്റിസും ഒരു ഭാഗം ഓവറി ആയിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ എന്നാൽ രണ്ടും പ്രോപ്പർലി ഫങ്ഷനിങ് ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഹോർമോണൽ ഈ സപ്പോർട്ട് ഈസ് ഇൻസഫിഷ്യൻറ്റ്. രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് എന്നൊരു പ്രോപ്പർ ഫീമെയിലായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും പറ്റില്ല, പ്രോപ്പർ മെയിലായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും പറ്റില്ല. അതാണ് ശരിക്കും ഒരു ഇൻറ്റർസെക്സ് അവസ്ഥ. അപ്പോൾ ഈ കൈമറിസത്തെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ കരിയറിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അബ്നോർമാലിറ്റീസ് റെയറസ്റ്റ് ഓഫ് ദ റെയർ എൻകൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. അതായത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കേസുകൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങനത്തെ റെയറസ്റ്റ് കേസ് ഏതായിരിക്കും? റെയർ ഓർ ചലഞ്ചിങ് എന്ന് പറയാം. കാരണം ഈ ന്യൂ ബോൺ സർജറിയുടെ ഓരോ കേസും ചലഞ്ചാണ്. ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കാണ്, ഓരോ പേഷ്യൻറ്റും ഒരു ടെക്സ്റ്റ് ബുക്കാണ്. യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. പലപ്പോഴും നമ്മൾ ഈ പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ഹീലിംഗ്, ഈ ന്യൂ ബോണിൻ്റെ ഹീലിംഗ് ഈസ് മിറാക്കുലസ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ കുട്ടി സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. റീസെൻ്റ്ലി ഞാനൊരു 2 weeks ബാക്ക് ആ കുട്ടി ഇപ്പോഴും കിടപ്പുണ്ട്. 650 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് NEC എന്നൊരു അസുഖം വന്നു, നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് കുടലിലെ അണുബാധ ആണ്. എക്സ്ട്രീം പ്രീറ്റമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അവരുടെ ഡിഫൻസ് മെക്കാനിസംസ് പ്രോപ്പർ അല്ല. അപ്പോൾ എന്താ പറ്റുക, പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ വരും, സെപ്സിസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുടലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോയിട്ട് കുടൽ ഗാംഗ്രീനായി പോകും, കുടൽ ദ്വാരം വീഴും, മലമെല്ലാം പുറത്ത് ചാടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എമർജൻസി സർജറി ചെയ്യണം. അപ്പോൾ ആ കുട്ടി 650 ഗ്രാം നമ്മൾ ചെയ്തു. പക്ഷേ ദ ഹോൾ ബവൽ വാസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും അത് സർജറി ചെയ്ത് ഇപ്പം നമ്മൾ പിന്നെ ഇലിയോസ്റ്റമിയാണ് ചെയ്യുക. ഇലിയോസ്റ്റമി എന്നൊരു പ്രൊസീജിയർ അത് സെക്കൻഡായിട്ട് ചെയ്യേണ്ടി വന്നു. ഇലിയോസ്റ്റമി ചെയ്ത് മലം തിരിച്ചു വിട്ടു. കാരണം ഒരു പ്രൈമറി അനാസ്റ്റമോസിസ് ഈ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ 650 ഗ്രാം ഓപ്പറേറ്റിംഗ് ഈസ് വെരി റെയർ. യൂഷ്വലി ഒരു ടേം ബേബി അല്ലെങ്കിൽ നിയർ ടേം ബേബിയിലാണ് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം വളരെ റെയറായിട്ട് നമ്മൾ ഈ തീരെ കുഞ്ഞുങ്ങളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഇലിയോസ്റ്റമി എന്ന് പറയുമ്പോൾ മലം തിരിച്ചു വിട്ടിരിക്കുക, സർവൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പം വെയിറ്റ് വെച്ച് 1.15 ഗ്രാം കിലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റേജ് സർജറി ചെയ്യേണ്ടി വരും. ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഹീൽ ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു വന്നത് അതാണ്. ആ കുട്ടിക്ക് ഒരു ഫിസ്റ്റില അടിച്ചു. നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പ്രൈമറി അനാസ്റ്റമോസിസ് അത് ചേർത്ത് കുടലിൻ്റെ ആ ദ്രവിച്ച ഭാഗം മുറിച്ചിട്ട് ചേർത്ത് വെച്ചു. പക്ഷേ അത് പിടിച്ചില്ല. പിന്നെ ഈ NEC എന്നൊരു പ്രോഗ്രസീവ് ഡിസീസാണ്, ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ പടർന്നു. അപ്പോൾ എന്താ പറ്റുക, വേറെ സ്ഥലത്ത് ദ്വാരം വീണു. എന്നിട്ട് ആ മലം നമ്മളിട്ട് ഡ്രെയിനിൽ കൂടെ പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ രണ്ടാമത് എമർജൻസി സർജറി ചെയ്തു 750 ഗ്രാം. അപ്പോൾ ഇതെല്ലാം ഓരോ സർജറിയും ഈ തീരെ
650-700 ഗ്രാമേ ഉള്ളൂ. അത് അത്രയും ചലഞ്ചിങ് ആണ്. നമ്മൾ വിചാരിച്ചു മിക്കവാറും ഈ കുട്ടി പോകുമെന്ന് വിചാരിച്ചു, മാതാപിതാക്കളോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി രണ്ടാമത്തെ സർജറി കഴിഞ്ഞ് ഈ ഫിസ്റ്റുലയും ഹീലായി, ഇലിയോസ്റ്റമി സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് വെൽ. അപ്പോൾ സംതിങ് ഹാപ്പൻസ് ബിയോണ്ട് അവർ ദിസ് തിങ്. നമ്മൾ വി ജസ്റ്റ് ഡു. ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം അത്, നമ്മൾ ദൈവത്തിൻ്റെ കൈ എന്ന് പറയത്തില്ല, അത്രേ ഉള്ളൂ. നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു, സംതിങ് എൽസ് ഹാപ്പൻസ്. നമ്മുടെ നോളജ് വെച്ച്, നമ്മുടെ ബെസ്റ്റ് ഓഫ് ദ നോളജ് വെച്ച് വി അപ്ലൈ. ബാക്കിയെല്ലാം ഹീലിംഗ് ഈസ് സംബഡി എൽസസ് ജോബ്. അപ്പോൾ എനിവേ അത് ആ കുട്ടി സർവൈവ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ വേറൊരു കേസ് ഇതേപോലെ ഞാൻ ഇയേഴ്സ് ബാക്ക്, അതൊരു 20 years ബാക്ക്, മംഗലാപുരത്ത് വർക്ക് ചെയ്യുമ്പം അവിടെ ഒരു ഇതേപോലെ അതൊരു കാര്യം പറയട്ടെ. ആദ്യം നമ്മൾ ഈ 25-30 years ബാക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ന്യൂ ബോൺ സർജറിക്ക് അനസ്തീഷ്യ കൊടുക്കുന്നില്ല കേട്ടോ. ഇല്ല, അത്ര അവർ അനസ്തീഷ്യ കൊടുത്താൽ തട്ടിപ്പോകുമെന്ന് പറയും. അതുകൊണ്ട് നോബഡി വാസ് വില്ലിങ് ടു ഡു ദാറ്റ് 30 years ബാക്ക്, 25-30 years ബാക്ക്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയുള്ള കുട്ടികളെല്ലാം നമ്മൾ ലോക്കലിൽ ചെയ്യും, ലോക്കൽ അനസ്തീഷ്യ. അപ്പോൾ ഞങ്ങൾ ഈ കുരിശ് പോലൊരു സാധനമുണ്ട്, അതിൽ കൈയൊക്കെ കെട്ടി എന്നിട്ട് സെഡേഷൻ കൊടുക്കും. ഞങ്ങൾ തന്നെ സെഡേഷൻ കൊടുത്ത്, അനസ്തറ്റിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ലാപ്രോട്ടമി എന്ന് വെച്ചാൽ വയറ് തുറന്ന് സർജറി ചെയ്ത് തിരിച്ച് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ട് കേട്ടോ, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് വർക്ക് ചെയ്തപ്പോൾ ഇതേപോലെ ഒരു എക്സോംഫാലസ് എന്നൊരു അവസ്ഥയുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അതായത് ഈ കുടൽ ഞാൻ പറഞ്ഞില്ലേ പുറത്തായിരിക്കും, അത് പിന്നെ അകത്താകുക എന്ന് പറയുന്നത് കുട്ടി ഡെവലപ്പ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഈ അകത്താകുമ്പോൾ ചിലപ്പോൾ ഈ ഫ്യൂഷൻ കംപ്ലീറ്റ് ആകത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഭിത്തി വന്ന് ചേർന്നാണ് നമ്മുടെ അവസാനം പൊക്കിൽ കൂടി മാത്രം, ആ കണക്ഷൻ മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഫ്യൂഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഈ കുടലിൻ്റെ നല്ലൊരു ഭാഗം പുറത്തേനിരിക്കും. അതിന് എക്സോംഫാലോസ് എന്ന് പറയുന്നത്, പുറത്ത്. അപ്പോൾ എന്താ വെച്ചാൽ അതിനൊരു കവറിങ്ങും ഉണ്ടാവും, പക്ഷേ സ്കിന്നല്ല, അതൊരു ബാഗാണ്, ഒരു വെള്ള ട്രാൻസ്പെറൻറ്റ് ബാഗ് പോലെ. അതിനകത്ത് നമുക്ക് കാണാം കുടലും കരളും ഒക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി, അതും ഇതേപോലെ 750-800 ഗ്രാം ആയിരുന്നു തോന്നുന്നു. അത് ഞാൻ ലോക്കലിൽ ചെയ്തു. അതൊരു ഫെയർലി ബിഗ് വൺ ആണ്. കൊച്ചിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത് തീരെ കുഞ്ഞല്ലേ. അപ്പോൾ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ കുട്ടി സർവൈവ് ചെയ്യുന്നത്. അത് സർവൈവ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്, നമ്മൾ ചെയ്യും ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. റെസ്റ്റ് ഓഫ് ദ ഹീലിംഗ് സംബഡി എൽസ് ഡസ്. എല്ലാ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. വെന്റിലേറ്റർ സപ്പോർട്ട് ആണെങ്കിൽ സപ്പോർട്ട്. ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പണ്ട് ഒരു 25-30 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോൾ. ന്യൂ ബോൺ സർജറിയൊക്കെ ഇപ്പോൾ നമുക്കൊരു ധൈര്യത്തോടെ ചെയ്യാം. പണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. വെന്റിലേറ്ററി കെയർ പോലും എല്ലാം. ഈവൻ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഒരു നിയോനേറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്നതിന് 10-20 വർഷമില്ല. അപ്പോൾ അതിന് മുമ്പ് നിയോനേറ്റോളജി കെയർ ഇല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ നോളജ് വെച്ചും. വെന്റിലേറ്റർ പോലും ഉണ്ടാവില്ല പലപ്പോഴും. ഒരു വെന്റിലേറ്ററൊക്കെ ആയിരിക്കും ഉണ്ടാകുക പണ്ടൊക്കെ. ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും ഈ ഇതുപോലെ റിസ്ക് ഉണ്ടെന്നും പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. ഓൾവേസ് അറ്റംപ്റ്റ്. കാരണം ഒരു ജീവനാണ്, ഒരു മനുഷ്യനാണ് നമ്മൾ ഭൂമിയിലോട്ട് ഒരു ചാൻസ് കൊടുക്കുന്നത്. കണ്ണൂർ വെച്ചത് ഒരു സംഭവം ഉണ്ടായി. ഒരു ഗ്യാസ്ട്രോഷൈസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സോംഫാലോസ് എന്ന് പറയുന്ന പോലെ തന്നെ കുടൽ പുറത്തായിരിക്കും, പക്ഷേ ഇതിന് ബാഗ് ഉണ്ടാവില്ല. കുടൽ തന്നെ പുറത്ത് ഇങ്ങനെ ചാടി ഒരു ചെറിയ ഡിഫക്റ്റിൽ കൂടെ ആയിരിക്കും വരിക. അപ്പോൾ അത് ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടിട്ട് അവർ കൊച്ചിനെ ടെർമിനേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഓടി പിടിച്ച് എൻ്റെ അടുത്ത് വന്നു, ഡോക്ടറെ അത് എങ്ങനെയാണ്, നമ്മൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ എക്സ്പീരിയൻസും ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് അവസാനം ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞില്ല, വിൽ ട്രൈ, നമ്മൾ അതിനെ അബോട്ട് ചെയ്യണ്ട. എന്നിട്ട് ഇത് അവസാനം ഇതെന്താ വെച്ചാൽ ഈ കുടൽ തിരിച്ചിട്ടാൽ അത് ഭിത്തി ഇതിലല്ലോ, ഇത്ര കുറേ കുടലുമുണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് തിരിച്ചിട്ട് അടയ്ക്കാനുള്ള ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സൈലോ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലായിട്ടൊരു ബാഗ് ഒക്കെ ഉണ്ടാക്കി ആ ബാഗ് നമ്മൾ കെട്ടിത്തൂക്കി ഈ ബാഗിനകത്ത് കുടലാക്കിയിട്ട് ഡെയിലി ആ കുറച്ച് കൊണ്ടുവന്ന് കുട്ടി വലുതാകുന്നതനുസരിച്ച് സ്പേസ് കൂടുമല്ലോ. അങ്ങനെ ഒരു 2-3 സിറ്റിംഗ് അനസ്തീഷ്യ കൊടുത്ത് പിന്നെയും അത് വികസിപ്പിച്ച് ഫൈനലി ഇത് റിസൾട്ട് ഈസ് ചൈൽഡ് സർവൈവിങ്. ഇപ്പം 4-5 വർഷമായി. അപ്പോൾ ഒരു സന്തോഷമുള്ളത്, ഇവരൊക്കെ ഈ ഡൈഫർമാറ്റിക് ഹെർണിയ 1-2 കേസ് ഈ കുട്ടി ഒരു ബർത്ത്ഡേ ആകുമ്പോൾ എപ്പോഴും എന്നെ വിളിക്കും. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് എന്താ പറയുക, നമ്മുടെ പ്രൊഫഷനിൽ ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് തോന്നുന്നതാണ്. ബർത്ത്ഡേക്ക് ഒരു കുട്ടി ആദ്യം വിളിക്കുന്നത് തന്നെ അത് നിർബന്ധമാണ്, ഡോക്ടർ അങ്കിളിനെ ആദ്യം വിളിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ലിറ്റിൽ ജോയ്സ് ലൈഫിൽ. ന്യൂബോൺ സർജറി. പിന്നെ ഈ ഇതിന് വേറൊരു ഗ്രൂപ്പ് ഓഫ് അബ്നോർമാലിറ്റി ഉള്ളത് ഇൻ്റർസെക്സ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ജനനേന്ദ്രിയങ്ങളായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കാനിങ്ങിൽ അത് കാണുകയാണെങ്കിൽ അവർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് അത് തുടർന്നിട്ട് നമ്മൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്കും, കാരണം ഇത് കറക്റ്റബിളാണ്, അതുകൊണ്ടാണ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്യണം. അപ്പം പല കുട്ടികൾക്കും ലിംഗം ഉണ്ടാവും, പക്ഷേ ലിംഗം ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നൊരു അപ്പിയറൻസ് ആയിരിക്കും. അതിന് കോർഡി എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ കൂടെ ആൺകുട്ടിയാണെങ്കിൽ വൃഷണങ്ങൾ രണ്ടും വൃഷണസഞ്ചിയിലുണ്ടോ എന്ന് നോക്കും. അപ്പം ഈ ചുരുണ്ടിരിക്കുന്നതിനോടൊപ്പം
മൂത്രനാളം അടിയിലാണ്. നോർമലി നമ്മുടെ ലിംഗത്തിൻ്റെ അറ്റത്തായിരിക്കണമല്ലോ മൂത്രനാളം തുറക്കേണ്ടത്. ആ അറ്റത്തല്ലാതെ മിഡ് ലൈനിൽ തന്നെ അറ്റം തൊട്ട് ഈ വൃഷ്ണസഞ്ചിയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ തുറക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറയുക. അതൊരു അബ്നോർമൽ ഓപ്പണിങ്. അപ്പോൾ ഈ ഹൈപ്പോസ്പേഡിയാസ് ഉള്ള കുട്ടിയുടെ ലിംഗം ചുരുണ്ടിരിക്കുന്നതിനോടൊപ്പം 2 വൃഷ്ണസഞ്ചിയിലും വൃഷ്ണങ്ങളില്ല എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഇൻ്റർസെക്സ് എന്നുള്ള ഒരു പോസിബിലിറ്റി ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഇൻ്റർസെക്സ് എന്നുള്ള സ്റ്റഡികൾ, ജനിതകം, ക്രോമോസോമൽ സ്റ്റഡിയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊരു വലിയൊരു മേഖലയാണ് ഈ ഇൻ്റർസെക്സ്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ സ്റ്റിഗ്മയും ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇൻ്റർസെക്സ് അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യണം. അതിൽ ഇപ്പോൾ ഇൻ്റർസെക്സ് എന്നുള്ള ടേം പോലും ഉപയോഗിക്കാറില്ല കേട്ടോ, അതാദ്യം പറയട്ടെ. അതായത് ഇപ്പോൾ അതിനെ DSD എന്നാണ് പറയുന്നത്, ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ആൻഡ് ഈവൻ ഡിസോർഡർ എന്ന് പോലും പറയാൻ പാടില്ല. ഇപ്പോൾ അതിന് ഡിഫറൻസ് എന്നാ പറയാം കേട്ടോ. അത് ഒരു കൺസെൻസസിലെത്തിയത് എനിക്ക് തോന്നുന്നു 2020 അങ്ങോട്ട് ഒരു ഷിക്കാഗോ കോൺഫറൻസിലാണ് അവരിതെല്ലാം കൂടെ ഇൻ്റർനാഷണലി ഒരു മീറ്റ് കൂടിയിട്ട് ദേ ഡിസൈഡ് ഓൺ ഓൾ ദീസ് തിങ്സ്. അതിൽ ഈ പറഞ്ഞ LGBT കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, ദ ബെസ്റ്റ് എൻഡോക്രൈനോളജിസ്റ്റ്, സർജൻസ് എല്ലാം കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്തതാണ് DSD. അപ്പോൾ DSDയുടെ റീസൺസ് മെയിൻലി നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ സ്യൂഡോ ആൻഡ് ട്രൂ ഉണ്ട്. സ്യൂഡോ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സ്യൂഡോ വിച്ച് അപ്പിയേഴ്സ് ടു ബി ദാറ്റ് ബട്ട് വിച്ച് ഇസ് നോട്ട് ദാറ്റ്. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് 2-3 കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലിരിക്കുമ്പം ഗൊണാഡ്സ്, ഇപ്പോൾ ഈ വാക്ക് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, ഗൊണാഡ് എന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റിസും ആവാം, ഓവറി ആകാം, മെയിൽ ഫീമെയിൽ. ഓവറി അണ്ടാശയം, വൃഷണം ടെസ്റ്റിസ്. ഓക്കെ. അപ്പോൾ ഈ ഗൊണാഡ് ഉണ്ടായി വരുന്നതിന് ആദ്യം നടക്കുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ, അതായത് ഇതൊരു മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യണം. ദെൻ സെക്ഷൽ ഡിഫറൻസിയേഷൻ, അത് മെയിലായിട്ട് പോവും, ഫീമെയിലായിട്ട് പോവും. അപ്പോൾ ഈ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് ക്രോമോസോംസ് ആണ്. നമുക്കറിയാം 46XX എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, 46XY എന്ന് പറഞ്ഞാൽ മെയിൽ. അപ്പോൾ ഈ Y ആണ് മെയിലിനെ മെയിലാക്കുന്നത്, Y ക്രോമസോം. അതെന്താണെന്ന് വെച്ചാൽ Y ക്രോമസോമിലാണ് SRY ജീൻ എന്നൊക്കെ പറഞ്ഞ് ജീനുള്ളതും പിന്നെ MIS എന്നൊക്കെ പറഞ്ഞ് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസിലൂടെ ഞാൻ പോകുന്നില്ല. എനിവേ ഇൻ ഷോർട്ട് 46XX എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും, 46XY എന്ന് പറഞ്ഞാൽ മെയിലായിരിക്കും. അപ്പോൾ ആദ്യം ക്രോമസോം പാറ്റേൺ അനുസരിച്ച് ഈ ഗൊണാഡ് ടെസ്റ്റിസ് ആകണോ ഓവറി ആകണോ എന്ന് തീരുമാനിക്കും. പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ Y ക്രോമസോം ഉള്ളത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കാൻ തുടങ്ങും ഈ ഗൊണാഡ്. അപ്പോൾ അത് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. മറ്റതിന് MIS എന്നൊരു സംഭവമുണ്ട്. അതായത് ഈ Y ക്രോമസോം തന്നെ MIS ഉണ്ടാക്കുക, അതായത് മുള്ളേറിൻ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളുടെ ഗർഭപാത്രവും യോനിനാളമൊക്കെ ഉണ്ടാക്കുന്ന പ്രക്രിയയെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണാണ് MIS. അപ്പോൾ അത് മെയിലിലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഗർഭപാത്രം ഉണ്ടാകാതിരിക്കുകയും പ്രശ്നങ്ങൾ വലുതാകുകയും ചെയ്യുന്നത്. അതേസമയം ഫീമെയിലിൽ XX നേരെ ഇത് ഈ Y ഇല്ലാത്തതുകൊണ്ട് അത് ഗർഭപാത്രവും അണ്ടാശയങ്ങളുമൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഫീമെയിലാകുന്നു. അപ്പോൾ സ്റ്റഡികൾ പറയുന്നത് ഇത് സംഭവിക്കുന്നത് ഒരു ഏർലി ഫീറ്റൽ ഡെവലപ്മെൻറ്റിലാണ്. അപ്പോൾ ഇതിന് മുൻപ് ഒരു അവസ്ഥയുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെക്സ് ക്യാരക്ടറിസ്റ്റിക് ഡിറ്റർമിൻ ചെയ്യുന്ന വേറെ കുറേ പ്രക്രിയകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴും സ്റ്റഡികൾ നടക്കുന്നേ ഉള്ളൂ. യു ഡോണ്ട് നോ ഇൻ ഡീറ്റെയിൽ വാട്ട് ഇസ് ഹാപ്പനിങ്. ഈ ബ്രെയിൻ ഇംപ്രിൻറ്റിങ്, ഹോർമോണൽ ഇംപ്രിൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായതിനു ശേഷമാണ്. പക്ഷേ ഈവൻ അതിന് മുമ്പും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് പാറ്റേൺ. അപ്പം ഒരാളുടെ നമ്മുടെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഹോർമോൺ, ജനറ്റിക്സ്, ഇത് ആൻഡ് അനാറ്റമി. അപ്പോൾ നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് 46XX ഉള്ള ഒരു ഫീമെയിൽ ഷുഡ് ലുക്ക് ലൈക്ക് എ ഫീമെയിൽ അല്ലേ. അതായത് ഫീനോടൈപ്പ് എന്ന് പറയും, നമ്മൾ പുറമേ കാണുന്നത്. ഫീനോടൈപ്പ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഫീമെയിൽ. അപ്പോൾ അവർക്ക് XX ഉണ്ട്, അണ്ടാശയമുണ്ട്, പുറമേ ഒരു ഫീമെയിലാണ്. അതാണ് ക്ലാസിക്കൽ ഫീമെയിൽ. അപ്പോൾ ഫീമെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം എന്നൊരു അവസ്ഥയുണ്ട്. അതായത് അവർക്ക് ക്രോമസോം XX ആണ്, അവർക്ക് അണ്ടാശയങ്ങളുണ്ട്, പക്ഷെ പുറമേ മെയിലായിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു? അതായത് ഇവർക്ക് അഡ്രീനൽ ഗ്രന്ഥി എന്നൊരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥി ആൻഡ്രജൻ ഹോർമോൺസ് ഒരുപാട് ഉണ്ടാക്കും. കൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ എന്നൊരു അവസ്ഥയാണത്. അത് ഓവർ വർക്ക് ചെയ്യും. ഓവർ വർക്ക് ചെയ്തിട്ട് ഈ ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ ആൻഡ്രോജനിക് ഹോർമോൺസ് ഉണ്ട്, പുരുഷ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോൺ. അത് ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവരുടെ ലിംഗം ഒരു മെയിൽ ലിംഗം തന്നെയായിരിക്കും. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മംഗലാപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ 2 കുട്ടികളെ ഒരു സോഷ്യൽ വർക്കർ കൊണ്ടുവന്നു. പാവാടയൊക്കെ ഇട്ട് വളരെയധികം ഫീമെയിൽസായിട്ട് വളർത്തുന്നു. പക്ഷേ
ആ സോഷ്യൽ വർക്കറിന് ഇവരുടെ കൊച്ചൊരു പൊടിമീശയൊക്കെ ഉണ്ട്, സൗണ്ട് ഡീപ്പൻ ചെയ്തു വന്നു, പ്രീ പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്കൊരു സംശയം തോന്നിയിട്ട് അവർ വന്നിട്ട് ഡോക്ടറെ ഒന്ന് നോക്കി, ഇവർ എന്തോ ഒരു പ്രോബ്ലം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ പെൺകുട്ടികളായിട്ടാണ് വളരുന്നത്. അപ്പം നോക്കുമ്പോൾ ഇവരുടെ ജെനിറ്റേലിയ ഈസ് ഒരു നോർമൽ ഫാലസ്, ഒരു 14-15 വയസ്സുള്ള ചെറുക്കൻ്റെ ലിംഗത്തിൻ്റെ സൈസും ഒക്കെ ഉണ്ട്, പ്യൂബിക് ഹെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴാണ് പിന്നീട് നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്താ പറ്റുന്ന വെച്ചാൽ ഉള്ളിൽ ഗർഭപാത്രവും ഇതുമൊക്കെ ഉണ്ടെങ്കിലും യോനിനാളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ റെലവൻ്റ് ആണ്. അതായത് ഇതിൻ്റെ അപ്പർ 2/3 യോനിനാളം, വജേനയുടെ അപ്പർ 2/3 യൂട്രസും എല്ലാം ഈ പറഞ്ഞ മുള്ളേറിയൻ സ്ട്രക്ചർ എന്നാണെങ്കിലും ലോവർ 1/3 ഡെവലപ്പ് ചെയ്യുന്നത് ഈ സ്കിന്നിന് എക്ടോഡോമിനകത്തോട്ട്, ഈ സ്കിന്നിനകത്തോട്ട് പോയി ഇത് നമ്മൾ ചേരുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് താഴെ നിന്നും മേളിൽ നിന്നും. അപ്പോൾ ഇവർക്ക് ഈ പുരുഷ ഹോർമോണിൻ്റെ ഓവർ എഫക്റ്റ് കാരണം ആ താഴത്തെ ഭാഗം ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പറ്റുക, ഈ നേരത്തെ ഞാൻ ഏനോറെക്ടൽ മാൽഫോർമേഷനിൽ പറഞ്ഞില്ലേ, കുടലൊരു ഫിസ്റ്റുല പോലെ വന്ന് ഈ മൂത്രനാളത്തിൽ ചേരുമെന്ന്, അതുപോലെ ഇവരുടെ യോനിനാളം മൂത്രനാളമായിട്ട് ചേർന്ന് ഒരു കോമൺ ചാനലായിട്ട് മൂത്രനാളം പോലെ ഈ ലിംഗത്തിൽ കൂടെ തുറക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് യൂറോജെനൈറ്റൽ സൈനസ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ യൂറോജെനൈറ്റൽ സൈനസ് പറയാൻ കാര്യമുണ്ട്, ഇത് ഒരുപാട് ഇൻ്റർസെക്സ് ആൾക്കാർക്ക് കാണുന്നതാണ്. അവർക്ക് ഉള്ളിൽ ഗർഭപാത്രവും യോനിനാളവും ഉണ്ട്. അത് പക്ഷേ ഈ മൂത്രനാളമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഈ ലിംഗം എന്ന് പറയപ്പെടുന്ന അത് ആക്ച്വലി ക്ലൈറ്റോറൽ എൻലാർജ്മെൻ്റ് ആണ്. പുരുഷന്മാർക്ക് ലിംഗത്തിന് തുല്യമായിട്ടുള്ളതാണ് ഫീമെയിൽസിന് ക്ലൈറ്റോറിസ്. അപ്പോൾ ഈ ക്ലൈറ്റോറിസ് ഈ മെയിൽ ഹോർമോൺ എഫക്റ്റ് കാരണം ഒരു പുരുഷ പെനിസിന് ലിംഗം പോലെ ഡെവലപ്പ് ആവും. അപ്പോൾ അത് ക്ലൈറ്റോറൽ ഹൈപ്പർട്രോഫിയാണ്, അതൊരു ഫാലസ് അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ ക്ലൈറ്റോറിസിനകത്തോട്ട് ഈ മൂത്രനാളത്തിനോടൊപ്പം ഈ യോനിനാളത്തിൻ്റെ ഓപ്പണിങ് ആ കോമൺ ട്രാക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതൊരു സിറ്റുവേഷൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇവർക്കൊക്കെ യൂറോജെനൈറ്റൽ സൈനസ് ആയിരിക്കും ഉള്ളിൽ ഫീമെയിൽ ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, അപ്പോൾ ഇത് ഫീമെയിൽ സ്യൂഡോഹെർമാഫ്രോഡിറ്റിസം ആണ്, കാരണം അവിടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് ആൻഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസീസ്. അപ്പോൾ അത് നമ്മൾ സർജിക്കലായിട്ട് കുട്ടിക്കാലത്ത് തന്നെ മാനേജ് ചെയ്യണം. കുട്ടിക്കാലത്ത് തന്നെ ചെയ്യേണ്ടതാണ്. ജനിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അവർ പുവർ ഫാമിലി ആയതുകൊണ്ടും പെരിഫറി റൂറൽ ഏരിയയിലുള്ള കന്നഡികാസ് അവരായിരുന്നു. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തു, ഇവരെ ഫീമെയിലായിട്ടങ്ങ് വളർത്തി. പക്ഷെ അവർക്ക് ലിംഗമുണ്ട്. അപ്പോൾ ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനായി.